സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴെപ്പോഴും സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ദിവ്യകാരുണ്യത്തിന്റെ നാളല്ലേ? അപ്പം കുറച്ച് കേട്ടാൽ ദിവ്യകാരുണ്യത്തിന്റെ നാളെ കുറിച്ച് കേൾക്കട്ടെ. ബെൽജിയത്തിൽ ലീഗിൽ ജീവിച്ചിരുന്ന ജൂലിയൻ അന്നൊരു ദിവസം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ നിമിഷം സിസ്റ്ററിന് ഒരു ദർശനത്തിൽ യേശു പ്രത്യക്ഷപ്പെടുകയും വിശുദ്ധ കുർബാനയെ പുകഴ്ത്തുകയും ആരാധനയ്ക്കുമായി ഒരു ദിവസം ആചരിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. 1808 വിശുദ്ധ ജൂലിയാനയ്ക്ക് ഈ ദർശനം ഉണ്ടായത്. 20 വർഷത്തോളം ജൂലിയാനയ്ക്ക് ദർശനം പിന്നീട് ആവർത്തിക്കപ്പെട്ടിരിക്കുന്നു. യേശു ആവശ്യപ്പെട്ട കാര്യം ജൂലിയാന രൂപദക്ഷിണായിരുന്ന ബിഷപ്പ് റൊണാൾഡിനെയും ഡൊമിനിക്കൻ വൈദികനായ ഹ്യൂഗോ സെൻഷറിനെയും അറിയിച്ചു. കൃത്യമായ ദൈവിക ദർശനങ്ങളും അടിസ്ഥാനത്തിലാണ് ഇക്കാര്യം വിവേചിച്ചറിഞ്ഞ ബിഷപ്പ് 1846 മുതൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ രൂപതലത്തിൽ ആചരിക്കുമ്പോൾ തീരുമാനിച്ചു. പരിശുദ്ധത്തിന്റെ തിരുനാളിന് ശേഷമുള്ള വ്യാഴാഴ്ചയാണ് വിശുദ്ധ കുർബാനയുടെ തിരുനാളായി ആചരിക്കുന്നത്. അദ്ദേഹം തിരഞ്ഞെടുത്തത് ആഗോളതലത്തിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആചരിക്കുന്നതിന് മുൻപ് ലോകത്തിൽ പരിശുദ്ധ കുർബാനയുടെ ആദ്യ തിരുനാൾ ആഘോഷമാക്കപ്പെട്ട ഇപ്രകാരമായിരുന്നു. പിന്നീട് അനേക വർഷങ്ങൾക്ക് ശേഷമാണ് ആഗോള സഭ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിച്ചത്. ഉർബൻ 4 പാപ്പയാണ് ആഗോള സഭയെ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ പ്രഖ്യാപിച്ചത്. 1864 ഓഗസ്റ്റ് 14 ട്രാൻസിറ്റൂറാസ് ദേഹോ മൂന്നോ എന്ന പേപ്പർ ക്രൂസ് വഴിയായിരുന്നു ഈ പ്രഖ്യാപനം പാപ്പ നടത്തിയത്. പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാളിന് ശേഷം വരുന്ന വ്യാഴാഴ്ചയാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ആഘോഷിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലത്ത് റോമിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ വ്യാഴാഴ്ചയ്ക്ക് പകരം ഞായറാഴ്ചയാണ് നടത്തിയിരുന്നത്. അന്നേ ദിവസം ദിവ്യകാരുണ്യ പ്രദക്ഷിണവും നടത്തിയിരുന്നു. കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ കടമുള്ള ദിവസമായിരുന്നു. വിശുദ്ധ കുർബാനയിൽ യേശുവിന്റെ സജീവ സാന്നിധ്യത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാക്കുകയും ചെയ്യുക എന്നതാണ് ഈ ദിനാചരണത്തിലൂടെ ലക്ഷ്യം വെക്കുന്നത്. എല്ലാവർക്കും വിശുദ്ധ കുർബാനയുടെ തിരുനാളിന്റെ ആശംസകൾ പ്രാർത്ഥനകളും നേരുന്നു. പ്രിയ കൂട്ടുകാരെ, 3 വചനങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. അതിനായി ഇവിടെ ഒരു വചനം നിങ്ങൾക്ക് കാണിച്ചു തരും. അതിന്റെ ഓർഡർ തെറ്റിയതായിരിക്കും. ഓർഡർ ശരിയാക്കി കൃത്യമായി പറയുന്ന ഒരാൾക്ക് സമ്മാനം ഉണ്ടായിരിക്കണം. ഇതിലെ ശരിയായിട്ട് ഒരാൾക്ക് പറയാൻ പറ്റുള്ളൂ. കൈകൊക്കു അറിയാവുന്ന കൈകൊക്കേട്ട് വായോ. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കും. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലെ 15-ാം അധ്യായത്തിലാണ് ഈ വാക്യം വരുന്നത്. മുന്തിരിച്ചെടിയും ശാഖകളും എന്ന തലക്കെട്ടോടുകൂടി ഈ വചനത്തിൽ എപ്രകാരമാണ് നാം ദൈവത്തോട് ചേർന്ന് നിൽക്കേണ്ടതെന്ന് പറഞ്ഞു വയ്ക്കുന്നു. മുന്തിരിച്ചെടിയിൽ ചേർന്ന് നിൽക്കുന്ന ശാഖകൾ ഫലം പുറപ്പെടുവിക്കുന്നു. മുന്തിരിച്ചെടികളിൽ നിന്നും അകന്നിരിക്കുന്നവയെല്ലാം ഫലം പുറപ്പെടുവിക്കുകയില്ല. ഇതിനുശേഷമാണ് യേശു പറയുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കുമെന്ന്. ഈശോയാകുന്ന താഴ്ത്തിലൂടെ ചേർന്ന് നിൽക്കുന്ന ശിഖരങ്ങൾ മാത്രമേ ജീവനുണ്ടാവുകയുള്ളൂ. അല്ലെങ്കിൽ അത് വെറും ഉണക്ക കഷ്ടമായി മാത്രമായി തീരും. നമ്മുടെ ജീവിതവും ഈശോയ്ക്ക് ഇഷ്ടപ്പെട്ട അവിടത്തോട് ചേർന്ന് നിൽക്കുന്നതായി തീരുമാൻ നമുക്ക് പറ്റും. നിന്റെ വിശ്വാസം നിരീക്ഷിക്കണപ്പോ നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. 14-ാം അധ്യായത്തിലെ 11 മുതൽ 19 വരെയുള്ള വാക്യത്തിലെ അവസാനത്തെ വാക്യമാണ് നമ്മൾ കണ്ട ഈ വാക്യം. നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ. യേശു ജെറുസലേമിലേക്ക് ഒരു യാത്ര പോവുകയായിരുന്നു. ജെറുസലേമിലേക്ക് എത്തുന്നതിന് മുൻപ് സമരിയായ്ക്കും ഗലീലയ്ക്കും ഇടയിൽ വെച്ച് യേശു 10 കുഷ്ഠരോഗികളെ കണ്ടുമുട്ടുന്നു. അവർ
അതിനാൽ പഴയ നിയമത്തിൽ